ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം കോവിഡും മഴൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു വിഷമമുള്ള അവസ്ഥയിലാണ്. എന്നാലും എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പ്ലാസോ പാൻറ്റ് അതിൻ്റെ കട്ടിങ്ങും ഗ്രാഫുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം പലാസോ പാൻറ്റ് രണ്ട് വിധത്തിലുണ്ട്. അതായത് നല്ല ഒരു മീഡിയം ലൂസിൽ അങ്ങനെയും ഉണ്ടാവും, പിന്നെ നല്ല ലൂസിലും ഉണ്ടാവും. അതായത് നല്ല ലൂസ് പറഞ്ഞാൽ നമുക്ക് സ്കേർട്ടാണോ അല്ല പാൻറ്റാണോ എന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ആ ടൈപ്പാണെങ്കിൽ കുറച്ച് വ്യത്യാസമുള്ളൊരു കട്ടിങ്ങാണ്. അപ്പോൾ അത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ പാരലൽ പാൻസിൻ്റെ ഗ്രാഫ്, സ്റ്റിച്ചിങ്, അതിൻ്റെ കട്ടിങ്ങൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടവർക്ക് ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ അത് കാണാത്തവർ അത് പറ്റുമെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ വിശദമായിട്ട്, ഇതിനേക്കാളും കുറച്ചുകൂടി വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതായത് ഏകദേശം ട്യൂട്ടോറിയൽ 16 അതിൻ്റെ അളവെടുക്കുന്ന വിധം, 17 അതിൻ്റെ ഗ്രാഫ്, ട്യൂട്ടോറിയൽ നമ്പർ 18 അതിൻ്റെ കട്ടിങ്, 19 സ്റ്റിച്ചിങ്, പിന്നെ 21 അത് എലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി ഇത് വളരെ എളുപ്പമായി തീരും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഫുൾ ലെങ്ത്ത് ആദ്യം നോക്കാം. നിങ്ങളെ പാൻസിൻ്റെ ലെങ്ത്ത് എത്രയെന്ന്. അപ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് മീതെ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മീതെ മടക്കി അടിക്കാൻ. നമുക്കിപ്പോൾ എലാസ്റ്റിക്കോ വള്ളിയോ എന്തെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ അതിന് ഒരു 1.5 ഇഞ്ച് എടുക്കണം. 1.5 ഇഞ്ച് മിനിമമാണ്. പിന്നെ നമുക്കിപ്പോൾ എലാസ്റ്റിക് ഈ 1.5 എടുത്താൽ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് വെക്കേണ്ടതെങ്കിൽ അതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 2 ഇഞ്ച് മടക്കി അടിക്കാൻ എടുക്കണം. പിന്നെ താഴെ മടക്കി അടിക്കാൻ 1.5 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ ഒരു 42 ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ അവരുടെ അളവ് എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക. അതായത് അളവിൻ്റെ കൂടെ ലെങ്ത്ത് എത്രയാണ് നിങ്ങൾക്ക് അളവെടുത്തിട്ട് കിട്ടുന്നത്, അതിൻ്റെ കൂടെ പിന്നെ നിങ്ങൾ എലാസ്റ്റിക് ഇടുന്നതിനനുസരിച്ച് മിനിമം 1.5 എടുക്കുക. പിന്നെ താഴെ മടക്കി അടിക്കാനും 1.5 എടുത്തിട്ട് എത്രയാണ് കിട്ടുന്നത് അത് എഴുതാം. പിന്നെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് അത് എടുത്തിട്ട്, അത് വേസ്റ്റ് വിഡ്ത്ത് പറഞ്ഞാൽ പാൻറ്റിൻ്റെ വെച്ചിട്ട് അളക്കുന്നതാണ്. നമ്മൾ ടോട്ടൽ അളക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും. കാരണം റൗണ്ടായിട്ട് എടുക്കുന്നതല്ലേ. ഇപ്പോൾ ഒരു പാൻറ്റ് വെച്ച് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് കൂട്ടി കൊടുക്കുക. അതാണ് ഇത്. എനിക്കിപ്പോൾ ഒരു ഭാഗം പാൻറ്റിൻ്റെ ഇവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ എടുത്താൽ 24, അതിനെ ഡിവൈഡ് ചെയ്ത് 12, പിന്നെ സ്റ്റിച്ചിങ്ങിന് 1/2 ഇഞ്ച് 12.5. പിന്നെ ക്രോച്ച് ലെങ്ത്ത് പറഞ്ഞാൽ ഈ പാൻറ്റിൻ്റെ ഈ വരുന്ന ഭാഗമാണ്. അത് പിന്നെ എത്രയാണ് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് കൂട്ടണം. ഈ ക്രോച്ച് ലെങ്ത്തിന് ഹൈ എന്നും പറയലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഈ മീതെ മടക്കിയടിക്കാനുള്ള ആ അളവ് അത് 1.5 or 2 നിങ്ങൾ എത്രയാണ് എടുത്തത് അത് ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ കൂടെയാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് എത്രയാണ് ടോട്ടൽ കിട്ടുന്നത് അത് എഴുതി വെക്കാം. പിന്നെ ക്രോച്ച് വിഡ്ത്ത് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള വിഡ്ത്ത്, അതായത് നമ്മൾ ഈ പാൻസിൻ്റെ 2 കാല് വേറെ ആകുന്ന ആ ഭാഗത്തുള്ള വിഡ്ത്ത്. അതൊക്കെ ഞാൻ പിന്നെ ഈ അളവെടുക്കുന്നതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ട്യൂട്ടോറിയൽ നമ്പർ 16 വിശദമായി അതിൻ്റെ പാൻസ് കാണിച്ചിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണാത്തവർ കാണുക. അതിൻ്റെ കൂടെ അപ്പോൾ ഈ ക്രോച്ച് വിഡ്ത്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണ് കിട്ടിയത് അത് ഫസ്റ്റ് എഴുതാം. അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ വേസ്റ്റ് വിഡ്ത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് എടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2, പിന്നെ നല്ലോണം ചെറിയ കുട്ടികളാണെങ്കിൽ 1.5 ഒക്കെ എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് 3, 3.5 ഒക്കെ ആണെങ്കിൽ എടുക്കാം. ഒരു 2.5 അതിൻ്റെ ഒരു മീഡിയം ഒരളവാണ്. അപ്പോൾ വേസ്റ്റ് വിഡ്ത്തിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂട്ടിയിട്ട് ഈ ക്രോച്ച് വിഡ്ത്ത് എടുക്കണം. അതാണ് ഈ 15. പിന്നെ ആംഗിൾ വിഡ്ത്ത്, അതായത് താഴത്തെ വിഡ്ത്ത് നമ്മൾ ആ ലൂസ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചാണ്. പക്ഷേ ഈ മോഡലിൽ അടിക്കുമ്പോൾ നമ്മൾ കുറേ ലൂസ് എടുക്കാൻ പറ്റില്ല. കുറേ ലൂസ് മീൻസ് ഇപ്പോൾ ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ ഇപ്പോൾ നമുക്ക് 15 എനിക്കിവിടെ കിട്ടിയത്. ഈ 15ൻ്റെ കൂടെ ഒരു 2-3 ഇഞ്ച് മാക്സിമം കൂട്ടാൻ പറ്റുള്ളൂ ഈ ആംഗിൾ വിഡ്ത്തിന് ഈ മോഡൽ കട്ടിങ്ങിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല വേറൊരു മോഡൽ കട്ടിങ്ങും കൂടി ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടിയെടുക്കാം. തുണി ഉള്ളത്ര നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും എത്ര ലൂസിനും. അതായത് നമുക്കിപ്പോൾ ഒരു പാവാടയാണോ പാൻസാണോ എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ ഉള്ള അത്രയും ലൂസിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഈ മോഡൽ കട്ടിങ്ങിൽ ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ
കൂടെ ഒരു 2-3 ഇഞ്ച് മാക്സിമം കൂട്ടാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഫ്ലെയർ പോലെ കാണും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 2 ഇഞ്ചാണ് കൂട്ടിയെടുത്തിട്ടുള്ളത്. അത് 2 ഇല്ല, 1 ഇഞ്ച് കൂട്ടിയിട്ട് 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും കൂട്ടിയിട്ട് അങ്ങനെ 17 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ അളവ് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരക്കാം. ഈ ഗ്രാഫ് വരക്കുന്നതിൻ്റെ ഉപയോഗം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗ്രാഫ് വരക്കുന്നതിലൂടെ കിട്ടുന്നുള്ളത്. അതായത് നിങ്ങൾ ആദ്യം ഒന്ന് ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ കട്ടിങ്ങിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ 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 കുറയും. അപ്പോൾ എപ്പോഴും നിങ്ങളൊന്ന് ഗ്രാഫ് വരച്ചിട്ട് പിന്നീട് കട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഗ്രാഫിൽ ഇപ്പോൾ തുണി 4ആയിട്ട്, അത് ഞാൻ പാൻസ് 2 പീസും ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തുണി 4ആയിട്ട് മടക്കുക ഫസ്റ്റ്. അപ്പോൾ മടക്കുമ്പോൾ എങ്ങനെയാണ്, ആദ്യം ഞാൻ മറ്റേ ഇതിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഒരു ഓർഡർ. അപ്പോൾ നിങ്ങൾ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വിടുത്തുള്ളത് ആംഗിൾ വിടുത്തിനാണ്. അതായത് നമ്മൾ ക്രോച്ച് വിടുത്തിനേക്കാളും കൂടുതലുള്ളത് ആംഗിൾ വിടുത്താണ്. അപ്പോൾ ആംഗിൾ വിടുത്തിൻ്റെ അളവിൽ തുണി 4ആയിട്ട് മടക്കുക. അപ്പോൾ ഇത് മടക്കിയ ഭാഗമാണ്, ഇത് ഓപ്പൺ സൈഡാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആംഗിൾ വിഡ്ത്തിനനുസരിച്ച് മടക്കി സെക്കൻഡ് ലെങ്ത്ത് എടുത്തു. നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം മൂന്നാമതായിട്ട് ഈ വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് വിഡ്ത്ത് ഏറ്റവും മീതെ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. നാലാമതായിട്ട് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് ഈ ഓപ്പൺ സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ ഈ ലൈൻ വരച്ചു കൊടുക്കുക. ക്രോച്ച് വിഡ്ത്തും നമ്മൾ ഇതിൽ നോക്കണം. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ തുണി മടക്കിയത് ആംഗിൾ വിഡ്ത്തിനനുസരിച്ചാണ്. അപ്പോൾ ക്രോച്ച് വിഡ്ത്ത് നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്രോച്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ ലൈൻ വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ വേസ്റ്റ് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് അവിടുന്ന് സ്ട്രെയിറ്റ് ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ ലൈനിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ കൈക്കുഴിയൊക്കെ വരക്കുന്ന പോലെയുള്ള ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ. അവിടുന്ന് താഴെന്ന്, അതായത് ഈ പോയിൻ്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 3 ഇഞ്ചിൽ നിന്നാണ് ഈ കേവ് വരക്കേണ്ടത്. അപ്പം ഈ വേസ്റ്റ് വിഡ്ത്തിൻ്റെ നമ്മളിവിടെ മാർക്ക് ചെയ്ത അവിടത്തേക്ക് ഈ 3 ഇഞ്ചിൽ നിന്ന് കേവ് വരച്ചു കൊടുക്കുക. ഈ കേവ് അധികം കുഴിയാതെ ജസ്റ്റ് ഒരു കേവ് മതി. അതായത് ക്രോസ് ലൈനിനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുത്താൽ മതി. അധികം കുഴിഞ്ഞ് വരക്കണ്ട, അതിലേക്ക് വരച്ചു കൊടുക്കുക. പിന്നെ അവിടുന്ന് നമുക്കിനി ജോയിൻ ചെയ്യേണ്ട എവിടെയാണ്, ആംഗിൾ വിഡ്ത്തിലേക്ക്. അപ്പോൾ ആംഗിൾ വിഡ്ത്ത് നമ്മളിപ്പോൾ പാരലൽ പാൻസിനൊക്കെ അത് വരക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇതിനേക്കാളും കൂടുതലാണ് ആംഗിൾ വിഡ്ത്ത്. അതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈന്, അതായത് ഈ അളവിന്ന് ക്രോച്ച് വിഡ്ത്തിൻ്റെ അളവിന്ന് ആംഗിൾ വിഡ്ത്തിൻ്റെ അളവിലേക്ക് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് ഇത് വീതി ഇങ്ങനെ കൂടുതലല്ലേ, അപ്പോൾ ചെറിയൊരു സൈഡിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ ആ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ഇവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ പോയിൻ്റിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഗ്രാഫ് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് തുണി എങ്ങനെയാണ് മടക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ തുണിക്ക് 2 വിധത്തിൽ മടക്കുക. അതായത് തുണീൻ്റെ നീളം, ഇപ്പോൾ അതായത് തുണീൻ്റെ നീളം ഇപ്പോൾ 2ആയി മടക്കി. ഇനി ഒന്നുകൂടി മടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 4ആയിട്ട് മടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഒരു 2 മീറ്റർ ഉണ്ടെങ്കിൽ തന്നെ ഈ ടൈപ്പ് പാൻറ്റ് തുന്നാൻ പറ്റും. പക്ഷേ നമുക്ക് മറ്റേ വിധത്തിൽ, അതായത് ആദ്യം നീളം 2ആയി മടക്കി, ഇനി വീതി 2ആയി മടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2.25 മീറ്ററൊക്കെ വേണം തുണിക്ക്. കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 39 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മടക്കുന്നതെങ്കിൽ 2.25 മീറ്ററൊക്കെ വേണം. നിങ്ങളിപ്പോൾ സെറ്റായിട്ടാണ് തുണി വാങ്ങുന്നതെങ്കിൽ എന്തായാലും ആ തുണി ഉണ്ടാവും 2.25 2.5 ഒക്കെ. അപ്പം പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളെ ഇഷ്ടം, അങ്ങോട്ട് മടക്കാം ഇങ്ങോട്ടും മടക്കാം. അപ്പോൾ ഈ തുണി ഇപ്പോൾ ഞാൻ ആദ്യം നീളം 2ആയി മടക്കി, അതിന് ശേഷം വീതി 2ആയിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ ഫുള്ള് മടക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പീസുകൾ പക്ഷേ നമ്മളെപ്പം തുണി എടുക്കുമ്പോൾ തുണി വേസ്റ്റ് ആവാതെ കഴിയുന്നത്ര നമുക്ക് തുണി നല്ല രീതിയിൽ കിട്ടുന്ന വിധത്തിൽ തന്നെ എടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മടക്കി കൊടുത്താൽ മതി. അപ്പോൾ തുണി എനിക്ക് ആവശ്യമുള്ള അത് ആംഗിൾ വിഡ്ത്തിനനുസരിച്ച് ഞാൻ മടക്കി. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യാം.
ലെങ്ത്ത് രണ്ട് സൈഡിലും മാർക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം മൂന്നാമതായിട്ട് വേസ്റ്റിൻ്റെ വിഡ്ത്ത് എടുക്കാം. വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ ക്രോച്ച് ലെങ്ത്ത് അപ്പോൾ എനിക്ക് 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് 2 ഇഞ്ച് മടക്കുന്ന വിധത്തിലാണ് എടുക്കുന്നുള്ളത്. ക്രോച്ച് ലെങ്ത്തും രണ്ട് സൈഡിലും എടുത്ത് വെക്കാം. കാരണം രണ്ട് സൈഡിലും എടുക്കുന്നത് കാരണം നമുക്ക് പിന്നെ ലൈൻ വളയാതിരിക്കാൻ എപ്പോഴും നല്ലതാണ്. ഈ ലൈൻ വരച്ചു കൊടുക്കാം. ഈ ലൈനിൽ നമുക്ക് ക്രോച്ചിൻ്റെ വിഡ്ത്ത് എടുക്കാം. ക്രോച്ച് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് എടുത്ത ആ മാർക്ക് ഇവിടെയും കൂടി മാർക്ക് ചെയ്യുക. കാരണം നമുക്ക് ഇവിടെ ലൈൻ വരക്കാനുള്ളതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് താഴോട്ട് വരച്ചു കൊടുക്കുക. അതായത് വേസ്റ്റ് വിഡ്ത്തുനിന്ന് ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ ലൈനിലേക്ക് വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റ്. ഇപ്പോൾ ഇനി നമുക്ക് ക്രോച്ച് ഈ പോയിൻ്റിൽ നിന്ന്, അതായത് വേസ്റ്റ് വിഡ്ത്തുനിന്ന് ക്രോച്ച് വിഡ്ത്തിലേക്ക് നമ്മൾ വരച്ച ലൈനിൻ്റെ ആ പോയിൻ്റിൽ നിന്ന് 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 3 ഇഞ്ചിൽ നിന്നാണ് നമ്മളിനി കേവ് വരക്കേണ്ടത്. അതായത് കൂടുതൽ കുഴിക്കാതെ ചെറുതായിട്ടൊരു കേവ്, ജസ്റ്റ് ഒരു ക്രോസ് ലൈനിനെ ചെറുതായിട്ടൊന്ന് കേവാക്കിയ പോലെയാണ്. അതായത് അധികം കുഴിയണ്ട. അപ്പോൾ നമ്മൾ പിന്നെ 4 ആംഗിൾ വിഡ്ത്തിനനുസരിച്ച് മടക്കി ലെങ്ത്ത് മാർക്ക് ചെയ്തു, വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തു, പിന്നെ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു, ക്രോച്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തു, ആ ലൈൻ വരച്ചു. അവിടുന്ന് 3 ഇഞ്ച് മുകളിലേക്ക് എടുത്ത് അവിടുന്ന് ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ പോയിൻറ്റിലേക്ക് ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇത് ഈ ക്രോച്ച് വിഡ്ത്തും ആംഗിൾ വിഡ്ത്തും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രോച്ച് വിഡ്ത്ത് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്, ഇവിടെ ആംഗിൾ വിഡ്ത്ത്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി ഉള്ളത് നമുക്ക് ഈ താഴെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനാണ്. എന്താണ് ഇത് താഴെ നല്ലോണം വീതി ഒരു സൈഡിലേക്കാണ് വീതി കൂടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെറുതായിട്ട് ചിലപ്പം ഒരു തൂങ്ങി താഴോട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ നല്ല റൗണ്ടായി തന്നെ നിൽക്കാൻ ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു പകുതിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 1 ഇഞ്ചിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴെ നല്ല റൗണ്ടായിട്ട് തന്നെ നിന്നോളൂ. താഴെ ഒരു സൈഡ് തൂങ്ങി നിൽക്കാതെ റൗണ്ടായിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കാരണം സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയോ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോയുമായി കാണാം.